നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇവർ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കുറേ ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ പ്രബുദ്ധരാണ്. ഇവർ പറഞ്ഞു, പള്ളി കമ്മിറ്റി ഞങ്ങളോട് പറഞ്ഞു ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാവുള്ളൂ, ഒരെണ്ണം കൊണ്ട് കുത്തി കൊടുക്കുന്നു. ടീം ഞങ്ങളുടെ ജാതി സംഘടന പറഞ്ഞു ഇന്ന ആൾക്കാർ വോട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കുത്തി കൊടുക്കുന്നു. ടീം ഞങ്ങൾ പിന്നെ ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, ഞങ്ങൾ അതിനെ വോട്ട് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് വോട്ട് കുത്തി കൊടുക്കുന്നു. ടീം ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിവരം ഉണ്ടായിട്ടാണ് ആലോചിച്ച് നോക്കി. മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ട് വോട്ട് ചെയ്യുന്ന ഇതുപോലൊരു ജനത ഈ ലോകത്ത് എവിടെ ഉണ്ടെന്നുള്ള കാര്യം സംശയം. മറ്റുള്ളവർക്കുണ്ടായാലും കുഴപ്പമില്ല, അവരാരും പ്രബുദ്ധരല്ലല്ലോ. കേരള ജനതയാണല്ലോ പ്രബുദ്ധർ. അപ്പോൾ പ്രബുദ്ധരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? അതായത് ഒരു MLA തിരഞ്ഞെടുത്ത് വിടുമ്പോഴത്തേക്ക് ഈ MLA മുത്തട്ടാണല്ലോ മന്ത്രിയാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പല മന്ത്രിമാരും, ഇപ്പോൾ ഈ ഭരിച്ച മന്ത്രിമാർക്കൊക്കെ എന്തറിയാം? അവനവൻ്റെ മേഖലകളിൽ അവനവൻ്റെ വകുപ്പിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത്, ഇപ്പോൾ ഒരു വിദ്യാശക്തി മന്ത്രിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഇലക്ട്രീഷ്യൻ ആയില്ലെങ്കിലും വേണ്ടില്ല, ആ ഒരു വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ? ഈ വൈദ്യുതി എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ചെങ്കിലും അറിയണ്ടേ? മറ്റേ ഈ ലയൺ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഭാഗമുണ്ട്, ഇത് ഈ വിദ്യുച്ഛക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? അത് വെള്ളത്തിൽ നിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. ഏവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ, പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്, ആ മന്ത്രിക്ക് ആ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള എത്രയോ മന്ത്രിമാരുണ്ടെന്നറിയോ? ഇവരെയൊക്കെയാണ് വിജയിപ്പിച്ച് വിടുന്ന പ്രബുദ്ധ ജനങ്ങൾ. ഇതുപോലെ ഓരോ വകുപ്പുകളും എടുത്ത് നോക്കി അറിയാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ വകുപ്പിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരാണോ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങൾ ഈ വിജയിപ്പിച്ച് വിടുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് മന്ത്രിയായെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രയോജനമുള്ളൂ. അല്ലാതെ ഒന്നും അറിയത്തില്ല, വായും പൊളിച്ച് മേലോട്ട് നോക്കി ഇരുന്നിട്ട് ഉദ്യോഗസ്ഥർ വന്ന് പറയുന്നത് മാത്രം കേട്ടിട്ട് അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ഒരെണ്ണം ഒപ്പിട്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വേണം, ഉദ്യോഗസ്ഥർ വേണം. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും അതിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ തേടാനായിട്ടും പല പല ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വേണം. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അവസാനം തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പവർ വേണ്ടേ? ആ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആൾ മന്ത്രിയായിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം എടുത്ത് വിഴുങ്ങിയിട്ട് കുറേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്നോണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? നമ്മളെന്തിനാ ഇവരെയൊക്കെ കുറ്റം പറയുന്നത്? ഇവരെയൊക്കെ ജയിപ്പിച്ച് വിടുന്ന പ്രബുദ്ധരെ വേണ്ടായി പറയാനായിട്ട്. അത് ഞാൻ പറഞ്ഞത്, അവർ പറഞ്ഞു ഇന്ന പാർട്ടിക്ക് കൊണ്ട് വോട്ട് കുത്താൻ, ഞാൻ കൊണ്ട് കുത്തി കൊടുത്തു. ഞങ്ങൾ പണ്ട് മുതലേ പാർട്ടിക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ പാർട്ടിക്ക് വോട്ട് കുത്തത്തുള്ളൂ. എന്തോന്നടേ ഇതൊക്കെ? ഞാനൊരു ഉദാഹരണം പറയാം. നിസ്സാരം നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കും, എത്ര പേരോട് ചോദിക്കും നിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഏതാ, ഏത് കമ്പനിയാണ്, ഏത് മോഡലാണ്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, ഹാങ് ആകുന്നുണ്ടോ, അത് എത്ര മെഗാ പിക്സൽ ക്യാമറയാണ്, എത്ര ക്യാമറയുണ്ട്, ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ഇത് ഹാങ് ആകുന്നുണ്ടോ, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്രയുണ്ട്, എത്ര നേരം കുത്തിയിട്ടാൽ ചാർജ് ആവും, അങ്ങനെ അന്വേഷിക്കുകയില്ലാത്ത കാര്യങ്ങളില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ പോലും എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമ്പോഴത്തേക്ക് അയാളുടെ കാര്യങ്ങളൊക്കെ വല്ലതും തിരക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ തൊട്ട് ഇന്ന പാർട്ടിയാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കൊണ്ട് കുത്തി കൊടുത്തു. എന്തോന്നാ ഇതൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മൊബൈൽ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ആലോചിക്കുന്നതിൻ്റെ ഒരു 10% ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട് എന്നേ നന്നാവും.